ഹായ് ഹലോ എല്ലാവർക്കും ടീം ഓർഡിനറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ വാഗമണിലാണ് നിൽക്കുന്നത്. വാഗമണിലൊരു പ്രത്യേക സ്ഥലം, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ആ സ്ഥലത്തിന്റെ പേര് ഞാൻ പറയാം, തങ്ങൾപ്പാറ മകാം. അപ്പോൾ അതിന്റെ എൻട്രൻസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ എൻട്രൻസ് കാണിച്ചിട്ട് നമുക്ക് അകത്തേക്ക് ആദ്യം പോവാം. ബാക്കി വിശേഷങ്ങൾ അവിടെ. ഗൈസ്, ഇതാണ് എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, തങ്ങൾപ്പാറ മകാമിലേക്ക് സ്വാഗതം. ഈ ഒരു ആർച്ച് ഉണ്ട്, ഈ ആർച്ചിനുള്ളിലേക്കാണ് പോകേണ്ടത്. ജസ്റ്റ് ഒന്നുള്ളിലേക്ക് പോയാൽ മതി, നമ്മൾ ആ സ്പോട്ടിലെത്തും. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്, ആ ഒരു ദൂരെ ഒരു പാറ കാണുന്നുണ്ടോ, അതാണ് തങ്ങൾപ്പാറ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാണുന്നതാണ് അതിന്റെ ഒരു പാർക്കിംഗ് എന്ന് പറയുന്നത്. റോഡ് അത്ര നല്ലതല്ല, റോഡ് മോശമാണ്, ഓഫ് റോഡ് പോലെയാണ്. ഈ ഒരു പാർക്കിംഗ് സെക്ഷനിൽ നമ്മൾ വണ്ടി ഇട്ടിട്ട് വേണം മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ നടന്ന് തന്നെ പോണം. ഹലോ, പേരെന്താ? അമീൻ. അമീൻ, ഓക്കെ. അമീനെ, ഈ സ്ഥലത്തിന് തങ്ങൾപ്പാറ എന്ന് പേര് പറയല്ലേ, അല്ലെങ്കിൽ കോലാൽമേട് അള്ളാപ്പാറ എന്നൊക്കെ പറയും. അമീനല്ല പഠിക്കുകയാണല്ലേ? എത്രയിലാണ്? ഞാൻ പ്ലസ് വണ്ണിലോട്ട് കയറുന്നത്. ഇതിപ്പോ ഞാൻ നിൽക്കുന്നത് പാർക്കിങ്ങിലാണ്. ഇതിന്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അറിയുള്ളൂ അവിടുത്തെ എന്താണ് ആ ഒരു വ്യൂ എന്നുള്ളത്. ഗൂഗിളിൽ കണ്ട് ആ ഒരു പാറയുടെ വ്യൂ, ഇതൊരു എന്താ പറയുക, ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാറയുടെ മുകളിൽ നിന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അവിടെ ചെന്ന് ഡയറക്റ്റ് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. എന്തായാലും ഇവിടെ ആരെവിടെയെങ്കിലും ആദ്യം അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പൊ അറിയാവുന്ന ഒരാൾ പറയാമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അദ്ദേഹം എവിടെയൊക്കെ പ്രാർത്ഥിക്കുന്നു അവിടെയെല്ലാം കബർ പോകും. ഓക്കെ. അപ്പോൾ 40 സ്ഥലത്ത് ഇദ്ദേഹം ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് ഈരാറ്റുപേട്ട, ഒന്ന് കാഞ്ഞിരമറ്റം, പിന്നെ ഇവിടെ തന്നെ ഒരു വനമുണ്ട്, വനത്തിനകത്തുണ്ട്. അങ്ങനെ പല സ്ഥലത്തായിട്ട് ചെയ്തിട്ട് പോയി. ഇദ്ദേഹം മരണപ്പെട്ടത് അഫ്ഗാനിസ്ഥാനിലാണ്. അഫ്ഗാനിസ്ഥാനിൽ. അത് ഞങ്ങളതില് പേരെന്താ? ജെറി. ഞങ്ങളതിൽ ഒരു പുണ്യാളുണ്ട്, ഉമർ ഫാറൂഖ് റളിയല്ലാഹു എന്ന് പറയും. അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹം ഇബാദത്ത് 40 സ്ഥലത്തുണ്ട്, 40 കബറുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം എവിടെയെല്ലാം ഇബാദത്ത് ചെയ്തോ അവിടെയെല്ലാം കബർ പോകും. പിന്നെ ഒരു പ്രാർത്ഥന പറഞ്ഞാൽ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളോളം കുട്ടികളില്ലായിരുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞാൽ അവർക്ക് ആ കൊല്ലം തന്നെ കുട്ടികളുണ്ടാവും. പിന്നെ ആരെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ആ നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ അവരെ കണ്ടു. വിശ്വാസം ശക്തിയുമാണല്ലേ, നല്ല ശക്തിയുള്ളൊരു ഇതാണ്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ മേളിൽ പോകണം. ഈ ഒരു വ്യൂ ആണല്ലേ ഈ ഒരു പാറ. പിന്നെ അവിടെ ഈ കബറിനോട് ചേർന്നൊരു പാറ ഇരിപ്പുണ്ട്. ഈ പാറയുടെ അടിയിലാണ് ഈ കബർസ്ഥാനം. ആ ഒരു റൗണ്ട് പാറയാണോ? അതാണ് ഞങ്ങൾ ഗൂഗിളിൽ കണ്ട് അവളൊരു പരിചയം. ആ പാറ നിങ്ങൾ പോയി ബാക്കിൽ നോക്കുമ്പോഴേ ആ പാറയുടെ മഹത്വം മനസ്സിലാവത്തുള്ളൂ. കാര്യം ഇത്രയും പിടുത്തുള്ള അതിന്റെ അടിയിൽ. ഓ, ആ ഒരു ബലത്തിലാണ് ആ പാറ നിൽക്കുന്നത്. പിന്നെ ആ പാറ എന്റെ ചെറുപ്പത്തിൽ എത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അഞ്ചാള് പാറ വളർന്നു. ഇപ്പൊ പാറ വളർന്നുകൊണ്ടിരിക്കുന്ന പാറയാണ് അത്. എന്റെ ചെറുപ്പത്തില് അതിന് മുകളിൽ കൂടെ ചാടിക്കാരൻ ആ പാറ. ഇപ്പം ഇപ്പൊ ഏണി സ്ഥലം എത്തത്തില്ല, കാരണം ഇപ്പം അത്രയും ഉയരത്തിലായി. പിന്നെ അതിന്റെ ബാക്കിൽ വെള്ളമുണ്ട്, അത് ഒരിക്കലും പറ്റാത്ത വെള്ളമാണ്. അത് അദ്ദേഹം ഒന്ന് കൈ കഴിക്കുക വെള്ളമാണ്. അത് പുണ്യതീർത്ഥമാണ്. അത് വരുന്നവരെല്ലാം കുപ്പിയിൽ ആ വെള്ളം ശേഖരിച്ച് പുസ്തകനെ ദുആ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. വളരെ പേര്. ചേട്ടന്റെ പേര്? എന്റെ പേര് ഇസ്മായിൽ. താങ്ക് യു സോ മച്ച് ചേട്ടാ, ഇത്രയും ഇൻഫർമേഷൻ തന്നേ കേട്ടോ. താങ്ക് യു. അപ്പോൾ ഗൈസ്, അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. ഇതിന് മുകളിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. എന്തായാലും എനിക്കിതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഈ ഒരു സ്ഥലത്തിൻ്റെ. ഇപ്പം കുറേ കൂടെ അറിയാൻ സാധിച്ചു. ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഹിജ്റ വർഷം 569. ഓക്കെ. അഫ്ഗാനിസ്ഥാനിലെ ഖുറാസാൻ പ്രവശ്യ, ജനനസ്ഥലം. ഇങ്ങനെ കുറേ ഡീറ്റെയിൽസ് അദ്ദേഹത്തിൻ്റെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ഈ പാറകളിലെല്ലാം ഒരു യെല്ലോ ലൈൻ വരച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോകാനുള്ള വഴിയായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവർ യെല്ലോ ലൈൻ അവിടെ എവിടെയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് റൂട്ട് തെറ്റൂല. ഇതാ കണ്ടോ, ലൈൻ വരച്ച് വെച്ചേക്കണേ. ലൈനല്ല കേട്ടോ, ആരോ മാർക്ക്. നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത്. ദൂരെ കണ്ടോ വണ്ടികൾ ഇട്ടേക്കുന്നത്. ഈ പാർക്കിങ്ങിലാണ് നമ്മൾ വണ്ടി ഇട്ടത്. അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങനെ നടന്ന് ഇവിടെ എത്തിയത്. പക്ഷേ ഇത് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. പക്ഷെ നടക്കുമ്പോൾ ഒരു രസമുണ്ട്. ഈ ഒരു തണുത്ത കാറ്റും ഒക്കെ വെച്ചിട്ട് എൻജോയ് ചെയ്ത് നടക്കാവുന്നൊരു ഇത് തന്നെയാണ്. പക്ഷേ അണയ്ക്കൂട്ടാ. ഇനിയിപ്പോൾ കുറച്ച് സ്ലോപ്പ് കൂടുതലാണ്. ഇത് കയറണമെങ്കിൽ ഇത്തിരി വടിപെടും. 45 ഡിഗ്രിയോളം ചെരിവുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കാം. ഇതാ ഇങ്ങനൊരു സ്ലോപ്പിലാണ് സാധനം കിടക്കുന്നത്. ഇതിൻ്റെ മുകളിലൂടെ നടന്ന് കയറാം. ഇതാ ഇങ്ങനെ അങ്ങോട്ട് നടക്കുക എന്നുള്ളതാണ്. അല്ല പിന്നെ ഓടി വരുന്നു, വേടാ. നല്ല കയറ്റോട്ടാ. ഇതുണ്ടോ ചോരം. ഞാൻ കാശ് തന്നിട്ടില്ല, ഞാൻ പറയിപ്പിച്ചിട്ടില്ല. മോനെ, ഓൾമോസ്റ്റ് നമ്മൾ ടോപ്പിലെത്തിയൊരു ഫീല്. ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ട് കേട്ടോ, അന്യായം.
ഇത്രയും ടോപ്പിലെത്തി കഴിയുമ്പോൾ നമുക്കൊരു 300 ഡിഗ്രി വ്യൂ കിട്ടുന്നുണ്ട്. ആ വ്യൂ ആണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് സംസാരിക്കാൻ വയ്യ, ശ്വാസം മുട്ടി. അടിപൊളി. ഇനി നമ്മൾ വീണ്ടും കയറാൻ പോവാണ്. നമുക്കതാ ഇവിടെ എത്തണം. വഴി തെറ്റി. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു യെല്ലോ ആരോ മാർക്ക് ഫോളോ ചെയ്ത് പോയാൽ കൃത്യമായിട്ട് എത്താം. ഇടയ്ക്ക് വെച്ച് ഞാൻ എവിടോ ഈ മലയുടെ മണ്ട കയറാൻ വേണ്ടിയിട്ട് വന്നതാ. വഴി അതുവഴി അല്ല കേട്ടോ, ഇതുവഴിയാ. ഞാൻ ഇത്രയൊക്കെ കയറി വന്നിട്ട് ഇവിടെ ഒന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും അധികം കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു ബോട്ടിൽ കിടക്കുന്നുണ്ട്, ഒരു ഫ്രൂട്ടിയുടെ മാസാടെ എന്തോ ഒരു ബോട്ടിൽ. അല്ലാതെ ഇവിടെ മാലിന്യങ്ങൾ ചെറിയ ചെറിയ പേപ്പേഴ്സൊക്കെ കിടപ്പുണ്ട്. നിങ്ങളുടെ അടുത്ത് എനിക്കൊരു റിക്വസ്റ്റ് എന്താ ഉള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാനൊക്കെ പോകുമ്പം ദയവ് ചെയ്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അല്ലെങ്കിൽ മാലിന്യങ്ങളെ ഇവിടെ ഇടാതിരിക്കാൻ ശ്രമിക്കുക. ഈ സ്ഥലം എപ്പോഴും പവിത്രമായിട്ട് തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. അതൊരു റിക്വസ്റ്റാണ്. കാരണം ഇതെന്നും ഉണ്ടാവണം. നമ്മുടെ വരും തലമുറയ്ക്കും അതിൻ്റെ അടുത്ത തലമുറയ്ക്കും അതിനങ്ങോട്ടേക്കും ഈ സ്ഥലങ്ങൾ ഇതേപോലെ നിലനിൽക്കണം. ബ്രോസ്, നിങ്ങൾക്ക് ഇങ്ങനെ കയറി വന്ന് പണച്ചായിരുന്നോ? ഉണ്ടായിരുന്നോ? അപ്പൊ കുഴപ്പമില്ല. ഞാൻ എടുത്ത് അവിടെ വെള്ളമുണ്ടോ? വലിയ പോരാ. നിങ്ങളേതാ നാട്ടുകാരാ? പട്ടാമ്പി. കുറച്ചുകൂടെ ഉള്ളല്ലേ? അതിന്ന് കുടിക്കാൻ പറ്റും അല്ലേ? ഫുൾ എനർജി. ഫുൾ മറ്റേ നമ്മുടെ ദുൽഖർ പറഞ്ഞിട്ട്. അതെ. ഓക്കെ ബൈ. സ്വർഗത്തിലേക്കുള്ള വഴികൾ അപകടവും പിന്നെന്താണ് എന്തൊക്കെയാണ് നിറഞ്ഞാണെന്ന് പറയില്ല, കല്ലും മുള്ളും നിറഞ്ഞതാണ്. മുള്ളില്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണ്ട്. അതായത് നമ്മൾ ഇത്രയും ടോപ്പിൽ കയറിയപ്പോൾ ചെറിയൊരു സ്ലോപ്പ് പോലെ. പക്ഷെ ഇവിടെ ആരോമാർക്ക് കാണാനില്ല. അറിയില്ല എങ്ങനെയാ ടോപ്പിലേക്ക് കയറുന്നത്. കാരണം ഇവിടെ ആരോ മാർക്ക് കാണാനില്ല. ഈ ഒരൊറ്റ വഴിയല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ്. അതിപ്പോ എന്തോ ചെയ്യാനുള്ള ഇത്തെ കൂടെ കയറി നിറങ്ങാൻ പറയാൻ പറ്റുവാടേ. പിള്ളേര് തഗ്ഗാണ് ഗൈസ്. എന്റെ ആരോ മാർക്കിനെ കയറി പിടിച്ചു. നിങ്ങൾ ഏതായിട്ടാരാടോ? കോട്ടയം. അടിപൊളി. തൊട്ടടുത്താണ്. പിന്നെ അല്ല, പാദരക്ഷകൾ ഊരിയിടുക. അയ്യോ, ചെരുപ്പ് മാത്രം ഊരിയതിടാ. എത്തി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പാദരക്ഷകൾ ഊരിയിടാനുള്ള സ്പേസ് ആണ്. ഇവിടെ ഇട്ടേ പറ്റുള്ളൂ. ഓക്കെ, അകത്തേക്ക് ചെരുപ്പുകൾ ഇട്ടുകൊണ്ട് കയറാൻ പാടില്ല കേട്ടോ. ഗൈസ്, ഇതാണ് പാറ. ഞാനിവിടെ സൗണ്ട് കുറയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശബ്ദം കുറച്ച് സംസാരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ അതെല്ലാം മാനിക്കണം എന്നുള്ളതാണ്. ചെരുപ്പ് ഇവിടെ ഊരിയിട്ടിട്ട് ഇങ്ങോട്ടേക്ക് നടക്കുകയാണ്. സംബന്ധമായ തടസ്സങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥകളുടെ കുറവോടുന്ന മഹാമാരികളെ കാക്കുന്ന റഹ്മാനെ, എല്ലാവരെയും എത്രയും പെട്ടെന്ന് ശുഭയാക്കി കൊടുക്കുന്ന റഹ്മാനെ, നേരുന്ന പ്രശ്നങ്ങളെല്ലാം ഏറ്റെടുക്കണം. ഇവിടെ കുടിവെള്ളം എഴുതിയിട്ടുണ്ട്. വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. തെന്നുന്നുണ്ട്, വെള്ളത്തിൽ കൂടെ ഇറങ്ങും. നല്ല തണുപ്പുണ്ട്. കറക്റ്റ് ഒരു ബോള് പോലെ തന്നെ ഉണ്ടല്ലേ റൗണ്ട്. ചേട്ടനോട് ഞാനത് ചോദിച്ചായിരുന്നു, ഇവിടുത്തെ ഒരു ഐതിഹ്യം. അപ്പം പുള്ളി പറഞ്ഞത് ഈ പാറ എന്ന് പറയുന്നത് പുള്ളി ജനിച്ച സമയത്ത് അല്ലെങ്കിൽ പുള്ളിയുടെ ആ ചെറുപ്പകാലത്ത് ഇതിന്റെ മുകളിലൂടെ പുള്ളിക്ക് മീൻസ് ചാടി ക്രോസ് ചെയ്യായിരുന്നു. അത്രയും വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇത്ര വലിപ്പമായി. അപ്പോൾ പാറ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, ഇതിൻ്റെ ബാക്കിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട്, നിങ്ങൾക്ക് കുടിക്കാമെന്ന് പറഞ്ഞായിരുന്നു. ധാരാളം മിനറൽസ് ഉള്ള വെള്ളമാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. ധൈര്യമായിട്ട് കുടിക്കാം. ഞാൻ കുടിക്കാൻ പോവാം. തീർച്ചയായിട്ടും. പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാ തൊടുന്നുണ്ട്. ഓക്കെടാ. في معانيك الأنام قد ذهبت الضاحين أنت لرسل الحمام أنت للمولى الشكور. മോളിൽ നിന്ന് താഴെ വരെ ഇങ്ങനെ നടന്നു. വളരെ രസകരമായിരുന്നു. അവിടെ നിന്ന് കുടിച്ച വെള്ളത്തിന്റെ പവറാന്ന് തോന്നുന്നു ഇവിടെ വരെ എത്തിയത്. അടിപൊളി. അപ്പൊ പോവാണേട്ടാ നമ്മുടെ.
അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ വൈബാണ്, ബുദ്ധിമുട്ടില്ലെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തങ്ങൾപ്പാറയാണ് എന്റെ ബാക്കിലുള്ളത്. ഒരുപാട് ഇഷ്ടമായി, നല്ല വൈബ്, എനിക്ക് ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമായി ഇങ്ങനെ ഒരു സ്ഥലം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ടീം ഓർഡിനറി ജെറി ടോം, ബൈ.